നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് ഡിജിറ്റൽ എൻഡോഴ്സ്മെന്റ് നടപ്പിലാക്കുമെന്ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി. പ്രഖ്യാപനം ജില്ലാതല അവലോകന യോഗത്തിൽ. രജിസ്ട്രാർ ഓഫീസുകളെ ക്യാഷ്ലെസ് ഓഫീസുകളും ആക്കും. സൗഹൃദ സമിതികൾ രൂപീകരിക്കുമെന്നും മന്ത്രി. തൊഴിൽ നികുതി വർധനവ് പ്രതിഷേധവുമായി വ്യാപാരികൾ. ഏകോപന സമിതിയുടെ സംസ്ഥാന വ്യാപക സമരം. കോർപ്പറേഷന് മുന്നിലും ധർണ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് സമരക്കാർ. ജനതാദൾ എസ് ഉത്തരമേഖലാ നേതൃയോഗം ഫെബ്രുവരി 18-ന്. കേരളത്തോടുള്ള അവഗണന കേന്ദ്ര ബജറ്റും ചർച്ചാ വിഷയമാകും. മുതിർന്ന നേതാക്കളും ഭാരവാഹികളും യോഗത്തിനെത്തും. വാർത്തകൾ വിശദമായി. ആധാരം രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞാൽ മുൻ ആധാരം ഉടൻ തിരികെ നൽകുന്നതിനു പുറമെ അനുബന്ധ നടപടികളും വേഗത്തിലാക്കാനുള്ള ഡിജിറ്റൽ എൻഡോഴ്സ്മെന്റ് സംവിധാനം സംസ്ഥാനത്ത് ഈ വർഷം തന്നെ നടപ്പിലാക്കുമെന്ന് രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി. കണ്ണൂർ താലൂക്ക് ഹാളിൽ രജിസ്ട്രേഷൻ വകുപ്പിന്റെ കണ്ണൂർ ജില്ലാതല അവലോകന യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കാസർഗോഡ് ജില്ലയിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പാക്കിയ റവന്യൂ രജിസ്ട്രേഷൻ സർവേ വകുപ്പുകളുടെ സംയോജിത പോർട്ടൽ എന്റെ ഭൂമിയുടെ ഫലങ്ങൾ വിലയിരുത്തി സംസ്ഥാനത്താകെ നടപ്പാക്കും. ഇതോടെ ഭൂമി സംബന്ധമായ ഇടപാടുകൾ കൂടുതൽ സുഗമവും സുതാര്യവുമാകും. ഒരാൾ പല ഓഫീസുകൾ കയറിയിറങ്ങേണ്ടി വരുന്ന സാഹചര്യം ഒഴിവാകും. എല്ലാ പണമിടപാടുകളും ഇ പേയ്മെന്റ് സംവിധാനത്തിലേക്ക് മാറ്റി രജിസ്ട്രാർ ഓഫീസുകളെ ക്യാഷ്ലെസ് ഓഫീസുകളാക്കി മാറ്റും. സബ് രജിസ്ട്രാർ ഓഫീസുകളിൽ സൗഹൃദ സമിതികൾ രൂപീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. വിവിധ സാങ്കേതിക വിദ്യയുടെ നേട്ടങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തി വകുപ്പിനെ ആധുനികവത്കരിക്കാനുള്ള പദ്ധതികളാണ് നടപ്പിലാക്കി വരുന്നത്. നിലവിൽ 100 വർഷത്തിലേറെ പഴക്കമുള്ള കെട്ടിടങ്ങൾ ആധുനിക സൗകര്യങ്ങളോടെ പുനർനിർമ്മിച്ചു വരികയാണ്. സംസ്ഥാനത്തെ മുഴുവൻ രജിസ്ട്രാർ ഓഫീസുകളും കമ്പ്യൂട്ടർവത്കരിച്ചു. രജിസ്ട്രേഷനുള്ള തീയതിയും സമയവും മുൻകൂട്ടി നിശ്ചയിക്കാനുള്ള ടോക്കൺ സമ്പ്രദായം ഏർപ്പെടുത്തി. ആധാര പകർപ്പുകൾ, ബാധ്യതാ സർട്ടിഫിക്കറ്റുകൾ തുടങ്ങിയവ ഓൺലൈനായി ലഭ്യമാക്കി വരുന്നു. ഒരു ജില്ലക്കകത്ത് ആധാരങ്ങൾ ഏത് സബ് രജിസ്ട്രാർ ഓഫീസിലും രജിസ്റ്റർ ചെയ്യാനുള്ള സൗകര്യമൊരുക്കി. മുദ്രപത്രങ്ങൾക്ക് ഇ സ്റ്റാമ്പിംഗ് നടപ്പാക്കി. വിവാഹ രജിസ്ട്രേഷൻ അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കാൻ അവസരമൊരുക്കി. ഈസ് ഡൂയിങ് ബിസിനസിന്റെ ഭാഗമായി ജനങ്ങൾക്കാവശ്യമായ സേവനങ്ങൾ കൂടുതൽ സുതാര്യവും സുഗമമായും ലഭ്യമാക്കുക എന്നതാണ് ഈ പരിഷ്കാരങ്ങളുടെ എല്ലാം ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു. ആധുനികവൽക്കരണ നടപടികൾ വേഗത്തിലാക്കി ജനങ്ങൾക്ക് മെച്ചപ്പെട്ട സേവനങ്ങൾ സുഗമവും സുതാര്യവുമായി ലഭ്യമാക്കുക എന്നതാണ് വകുപ്പിന്റെ ലക്ഷ്യം. ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആധാരമെഴുത്തുകാർ ഉൾപ്പെടെയുള്ളവരുടെ പൂർണ്ണ സഹകരണം ഉറപ്പാക്കി എല്ലാവരെയും വിശ്വാസത്തിലെടുത്തുകൊണ്ട് ഈ ലക്ഷ്യം കൈവരിക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. അതുകൊണ്ട് ഏതെങ്കിലും സ്രോതസ്സുകളെയും ഘടകങ്ങളെയും ഒഴിവാക്കാനല്ല, എല്ലാവരെയും സഹകരിപ്പിച്ചുകൊണ്ടും സമന്വയിപ്പിച്ചുകൊണ്ടും നമ്മുടെ ഈ രജിസ്ട്രേഷൻ വകുപ്പിൻ്റെ സത്യസന്ധമായ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന്, അത് ജനകീയ ബന്ധം അടിയുറപ്പിക്കുന്നതിന്, കാര്യക്ഷമമാക്കുന്നതിന്, ജനങ്ങൾക്ക് രജിസ്ട്രേഷൻ വകുപ്പും രജിസ്ട്രേഷൻ ഓഫീസുമായി ചെയ്യേണ്ട കാര്യങ്ങൾക്ക് അത് വളരെ സുതാര്യമായി നിർവഹിക്കുന്നതിനുള്ള സംവിധാനങ്ങളാണ് ഞങ്ങൾ ഇവിടെ ചർച്ച ചെയ്ത് നടപ്പിലാക്കാൻ ആഗ്രഹിക്കുന്നത്. ആധാരം രജിസ്ട്രേഷൻ, വരുമാനം, നേട്ടങ്ങളും പ്രശ്നങ്ങളും, ഓഫീസുകൾ മെച്ചപ്പെടുത്തുന്നതിനുള്ള തുടർ നടപടികൾ, വിവിധ സ്കീമുകൾ എന്നിവ സംബന്ധിച്ചും അവലോകനം നടത്തി. രജിസ്ട്രേഷൻ വകുപ്പ് ഇൻസ്പെക്ടർ ജനറൽ ശ്രീധന്യ സുരേഷ്, ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ സതീഷ് ഔവാട്ട്, ജില്ലാ രജിസ്ട്രാർ ജനറൽ എ ബി സത്യൻ, ജില്ലാ രജിസ്ട്രാർ ഓഡിറ്റ് രാജേഷ് ഗോപൻ, ചിട്ടി ഓഡിറ്റർ സി കെ റീത്ത, ചിട്ടി ഇൻസ്പെക്ടർ വി സന്തോഷ് കുമാർ, ജില്ലയിലെ സബ് രജിസ്ട്രാർമാർ എന്നിവർ അവലോകന യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്. പുൽവാമ ആക്രമണത്തിന്റെ 6ാം വാർഷികത്തിൽ കണ്ണൂർ CRPF കൂട്ടായ്മ ദേശത്തിനു വേണ്ടി ജീവത്യാഗം ചെയ്ത ധീര ജവാന്മാരെ അനുസ്മരിച്ചു. കണ്ണൂർ യുദ്ധസ്മാരകത്തിൽ നടന്ന അനുസ്മരണ ചടങ്ങ് CRPF ഡെപ്യൂട്ടി കമാൻഡന്റ് പ്രസാദ് KP ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ രാജ്യത്തിന്റെ ഐക്യവും സമാധാനവും തകർക്കാൻ രാജ്യത്തിനകത്തും പുറത്തുമുള്ള ഒരു പ്രതിരോധ ശക്തികളെയും അനുവദിക്കില്ല എന്നതിൻ്റെ നേർസാക്ഷ്യമാണ് ഈ ഇവിടെ കൂടിയിരിക്കുന്ന കൂട്ടായ്മ. നമ്മുടെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി കിട്ടിയ അവധി സമയങ്ങളിൽ പോലും രാജ്യത്തിൻ്റെ ഐക്യത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിച്ച വീരയോദ്ധാക്കളെ സ്മരിക്കാൻ നിങ്ങൾ ഇവിടെ 2019 ഫെബ്രുവരി 14-ന് ജമ്മു കാശ്മീരിലെ പുൽവാമയിൽ CRPF വാഹനത്തിന് നേരെ ജെയ്ഷെ മുഹമ്മദ് ഭീകരർ നടത്തിയ ആക്രമണത്തിൽ വീരമൃത്യു വരിച്ച ധീര ജവാന്മാരെ അനുസ്മരിച്ചുകൊണ്ടാണ് ചടങ്ങ് തുടങ്ങിയത്. അനുസ്മരണ ചടങ്ങിൽ കണ്ണൂർ CRPF കൂട്ടായ്മയിലെയും പെൻഷൻ ഫോറത്തിലെയും പാരാമിലിറ്ററി അസോസിയേഷനിലെയും മെമ്പേഴ്സ് കുടുംബസമേതം പങ്കെടുത്തു. മെമ്പേഴ്സിന്റെ എല്ലാ വീടുകളിലും വൈകുന്നേരം ധീര ജവാന്മാർക്കായി ദീപം തെളിയും. കണ്ണൂർ CRPF കൂട്ടായ്മ അഡ്മിൻ ഗണേശൻ P സ്വാഗതം പറഞ്ഞു. സിസോ ജോസ്, അഡ്മിൻ
കണ്ണൂർ CRPF കൂട്ടായ്മ അധ്യക്ഷത വഹിച്ചു. അനീഷ് MV PMG RTC PGM മുഖ്യ അതിഥിയായി. ശ്രീലേഖ, ദീപേഷ് പയ്യന്നൂർ, വാണിദാസ്, ദീപേഷ് കണ്ണൂർ CRPF കൂട്ടായ്മ തുടങ്ങിയവർ അനുസ്മരണ പ്രഭാഷണം നടത്തി. പെൻഷൻ ഫോറം സെക്രട്ടറി ഗോപിനാഥൻ MK, ഓൾ ഇന്ത്യ പാരാമിലിറ്ററി അസോസിയേഷൻ കണ്ണൂർ കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് KV നാരായണൻ എന്നിവർ സംസാരിച്ചു. പ്രദീപൻ KK അഡ്മിൻ CRPF കൂട്ടായ്മ നന്ദി പറഞ്ഞു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ഏപ്രിൽ 1-ാം വാരത്തിൽ കണ്ണൂർ പ്രസ് ക്ലബ്ബ് നടത്തുന്ന സംസ്ഥാന ജേർണലിസ്റ്റ് വോളി സീസൺ 6ന്റെ ലോഗോ റിലീസ് കണ്ണൂർ പ്രസ് ക്ലബ്ബ് ഹാളിൽ നടന്നു. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ദേശീയ വോളിബോൾ താരം LM മനോജിന് നൽകി പ്രകാശനം ചെയ്തു. ഔപചാരികമായ എല്ലാ ജില്ലകളിലും അവിടെ അതിലുള്ള ഉദ്യോഗസ്ഥ കാത്തിരിക്കുകയാണ്. ഞാനൊന്നും സംസാരിക്കുന്നത് അഭ്യർത്ഥിക്കേണ്ട ആവശ്യമേ ഇല്ല. എന്നെ കൂടുതൽ അറിയുന്നവരാണ് ഈ രീതിയിലും സഹകരിക്കുന്നത്. പ്രസ് ക്ലബിൻ്റെ വിവിധ പരിപാടികൾ അതൊന്നാണ് നമ്മുടെ ജേർണലിസ്റ്റ് ബോഡി അത് ചടങ്ങിലും അതോടൊപ്പം പങ്കെടുക്കുന്ന ഒരു ഏരിയ പോകുന്ന പണ്ട് കാലത്ത് ഞങ്ങളുടെ നാട്ടിൽ ബോഡിയുടെ നാടായതുകൊണ്ട് ബോഡി എന്ന് കളിക്കാൻ സ്കൂളുണ്ടായി. മലയാള സ്കൂളുകൾ കൃഷ്ണ ശ്രീചന്ദ് കോ ഫൗണ്ടറും ഡയറക്ടറുമായ ഫർഹാൻ മുഖ്യാതിഥിയായി. പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് C സുനിൽകുമാർ അധ്യക്ഷനായി. സ്പോർട്സ് കൺവീനർ ഷമീർ ഊർപ്പള്ളി പദ്ധതി വിശദീകരിച്ചു. പ്രസ് ക്ലബ്ബ് സെക്രട്ടറി കബീർ കണ്ണാടിപ്പറമ്പ് സ്വാഗതവും K സന്തോഷ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. കേരള സീനിയർ സിറ്റിസൺസ് ഫോറം കക്കാട് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ 60 വയസ്സ് കഴിഞ്ഞവർക്ക് സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. ഫെബ്രുവരി 16-നാണ് ക്യാമ്പ് നടത്തുകയെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഈ വയോജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു രോഗാവസ്ഥയിൽ നിന്ന് മോചനം ലഭിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് വയോജന സംഘടനകളായ ഞങ്ങൾ ഇത്തരമൊരു സംരംഭവുമായി പുറപ്പെട്ടിരിക്കുന്നത്. ഈ സംരംഭത്തിൽ സർക്കാരിന്റെ വകയായിട്ടുള്ള സംവിധാനങ്ങൾ, പ്രൈവറ്റ് അതായത് സ്വകാര്യ ആയുർവേദ ഹോസ്പിറ്റലുകളും ക്ലിനിക്കുകളും പങ്കെടുക്കുന്നുണ്ട്. സർക്കാർ ആയുർവേദ ആശുപത്രിയിലെയും ലക്ഷ്മി ആയുർവേദ ക്ലിനിക്കിലെയും ഡോക്ടർമാർ ക്യാമ്പിൽ പങ്കെടുക്കും. ഒണ്ടേൻപറമ്പ് മുത്തപ്പൻ ക്ഷേത്ര മാതൃവേദിയുടെ സഹായത്തോടെ ക്ഷേത്ര പരിസരത്ത് ഫെബ്രുവരി 16-നാണ് ക്യാമ്പ് നടത്തുക. വാർത്താ സമ്മേളനത്തിൽ രാമചന്ദ്രൻ V, അരവിന്ദാക്ഷൻ TC, ദിവാകരൻ കാരായി, സോമലത ഗംഗാധരൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ഇനിയൊരു ഇടവേളയ്ക്ക് മുമ്പായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാനത്ത് ഡിജിറ്റൽ എൻഡോഴ്സ്മെന്റ് നടപ്പിലാക്കുമെന്ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി. പ്രഖ്യാപനം ജില്ലാതല അവലോകന യോഗത്തിൽ. രജിസ്ട്രാർ ഓഫീസുകളെ ക്യാഷ്ലെസ് ഓഫീസുകളും ആക്കും. സൗഹൃദ സമിതികൾ രൂപീകരിക്കുമെന്നും മന്ത്രി. തൊഴിൽ നികുതി വർധനവ് പ്രതിഷേധവുമായി വ്യാപാരികൾ. ഏകോപന സമിതിയുടെ സംസ്ഥാന വ്യാപക സമരം. കോർപ്പറേഷനു മുന്നിലും ധർണ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് സമരക്കാർ. ജനതാദൾ ഉത്തരമേഖലാ നേതൃയോഗം ഫെബ്രുവരി 18-ന്. കേരളത്തോടുള്ള അവഗണന കേന്ദ്ര ബജറ്റും ചർച്ചാ വിഷയമാകും. മുതിർന്ന നേതാക്കളും ഭാരവാഹികളും യോഗത്തിനെത്തും. Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. വാർത്തയിലേക്ക്.
വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന വ്യാപകമായി നടത്തുന്ന സമരത്തിന്റെ ഭാഗമായി കണ്ണൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോർപ്പറേഷന് മുന്നിൽ ധർണ നടത്തി. ധർണ ഏകോപന സമിതി മണ്ഡലം പ്രസിഡന്റും ചിക്കൻ വ്യാപാരി ഏകോപന സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ KP സലീം ഉദ്ഘാടനം ചെയ്തു. തൊഴിൽ നികുതി വർധനവ് പിൻവലിക്കുക, ഹരിതകർമ്മസേനയുടെ യൂസർ ഫീ ആവശ്യമില്ലാത്ത കടകളിൽ നിന്ന് ഒഴിവാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ നടത്തിയത്. സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനമനുസരിച്ച് സംസ്ഥാന വ്യാപകമായി എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മുന്നിലും സമരം നടക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായാണ് കണ്ണൂർ കോർപ്പറേഷൻ ഓഫീസിന്റെ മുന്നിൽ ധർണാ സമരം സംഘടിപ്പിച്ചത്. എന്താ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്? ചെറുകിട ഇടത്തര കച്ചവടക്കാർ, ഒരു പെട്ടി കച്ചവടക്കാരൻ 100 രൂപയൊക്കെ അടയ്ക്കുന്ന ആളുകൾക്ക് ഇപ്പോൾ അത് 750, 1200, 1250 രൂപ വലിയ മാളുകളുള്ള അല്ലെങ്കിൽ വലിയ അമ്മാലിമാരെ പോലുള്ള ആളുകളൊക്കെ അടയ്ക്കേണ്ടുന്ന തൊഴിൽ നികുതി ചെറുകിട കച്ചവടക്കാരുടെ മേൽ അടിച്ചേൽപ്പിക്കുകയാണ്. അതേപോലെ തന്നെ ഹരിതകർമ്മസേനയുടെ 100 രൂപ യൂസർ ഫീ, ഒരു വർഷത്തിൽ 1200 രൂപ കൊടുക്കണം. ചിക്കൻ വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം 1 കിലോ വേസ്റ്റിന് 5 രൂപയാണ് അവർ ഡെയിലി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഒരു വേസ്റ്റും അവരെ കടകളില്ല. ഗോഡൌണുകളിൽ സാധനങ്ങൾ കൊണ്ടുപോയി സ്റ്റോക്ക് ചെയ്ത് അതേപോലെ എടുത്തുകൊണ്ട് പോകുന്ന ഗോഡൌണുകളിൽ ഒരു വേസ്റ്റും അവിടെ ഇല്ല. എന്നാൽ ഇവർ പറയുന്നത് 1200 രൂപ അടക്കാതെ ഒരു വേസ്റ്റും ഇല്ലെങ്കിലും പൈസ അടക്കണം, അല്ലാതെ നിങ്ങൾക്ക് ലൈസൻസ് പുതുക്കി തരികയില്ല എന്നാണ്. മണ്ഡലം ജനറൽ സെക്രട്ടറി ഷാഫി മുണ്ടേരി അധ്യക്ഷത വഹിച്ചു. ഹരിതൻ കടലായി, അസീസ് വടക്കുംപാട്, ഫൈസൽ, മദീന, സലാം, മിയാമി, ദിൽജിത്ത്, സുരേഷ് ബാബു, സമീർ TK തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. സംസ്ഥാന വ്യാപകമായി നടത്തുന്ന സമരത്തിന്റെ ഭാഗമായി ഏകോപന സമിതി പുതിയതൊരു യൂണിറ്റ് ചിറക്കൽ പഞ്ചായത്തിനു മുന്നിൽ തൊഴിൽ നികുതി വർധനവ് പിൻവലിക്കുക, ഹരിതകർമ്മസേനയുടെ യൂസർ ഫീ ആവശ്യമില്ലാത്ത കടകളിൽ നിന്നും ഒഴിവാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ധർണ നടത്തി. ധർണ ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് രാജൻ തീയറേത്ത് ഉദ്ഘാടനം ചെയ്തു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ആഭിമുഖ്യത്തിൽ തൊഴിൽ നികുതി വർധനവിനെതിരെ മുണ്ടേരി ഗ്രാമപഞ്ചായത്ത് ഓഫീസിനു മുന്നിലും പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. ചക്കരക്കൽ മേഖലാ പ്രസിഡന്റ് VV രാജൻ ഉദ്ഘാടനം ചെയ്തു. കുടുക്കിമുട്ടയിൽ നിന്നും പ്രകടനമായായിരുന്നു വ്യാപാരികൾ പഞ്ചായത്തിലെത്തിയത്. പ്ലാസ്റ്റിക്കിന്റെ പേരിൽ 2 ബിന്നുകൾ കടകളിൽ വെക്കാൻ നിർബന്ധിക്കുന്നത് ഒഴിവാക്കുക, വഴിയോര കച്ചവടം ഒഴിവാക്കുക, ഓൺലൈൻ വ്യാപാരം നിർത്തലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ. ജില്ലാ ക്ഷേമനിധിയെക്കുറിച്ച് പറയുമ്പോൾ ജില്ലാ ക്ഷേമനിധിയിൽ നിന്നും ഒരു സുഖമില്ലാതിരിക്കുമ്പോൾ നല്ലൊരു ആനുകൂല്യം കിട്ടുന്ന ഒരു പദ്ധതിയാണ്. എന്ത് അസുഖത്തിന് ആശുപത്രിയിൽ കിടന്നാലും ഒരു 20,000 രൂപ ആ പദ്ധതിയിൽ നിന്നും ആനുകൂല്യം കിട്ടുന്നുണ്ട്. അല്ലാതെ മൊത്തമുള്ളത് 30,000 രൂപയാണ് ആനുകൂല്യമായിട്ടുള്ളത്. ആ ക്ഷേമനിധിയിലേക്ക് മുഴുവൻ അംഗങ്ങളെയും ചേർക്കണം എന്നുള്ളതാണ് എനിക്ക് ഈ അവസരം എല്ലാവരോടും പറയാനുള്ളത്. അതുപോലെ ആശ്രയ പദ്ധതി ഒരു വമ്പിച്ച പദ്ധതിയാണെന്ന് എല്ലാവർക്കും അറിയാം. ഒരു മരണാനന്തര ഫണ്ടായിട്ട് കൊടുക്കുന്നത് 10 ലക്ഷം രൂപ മരണാനന്തര ഫണ്ടായിട്ട് കൊടുക്കുന്നത് ഈ കേരളത്തിൽ നിന്ന് തന്നെ, ഇന്ത്യയിൽ നിന്ന് തന്നെ ഒരു സംഘടനയും ചെയ്യാത്ത വ്യാപാരി ഏകോപന സമിതി അല്ലാതെ വേറെ ഒരു സംഘടനയും ഈ കാലമത്രയായിട്ട് ഇതുവരെ ഗവൺമെൻറ്റിന് പോലും ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു പരിപാടിയാണ് ഏകോപന സമിതി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. മുണ്ടേരി യൂണിറ്റ് പ്രസിഡന്റ് KK മുനീർ അധ്യക്ഷത വഹിച്ചു. കാനച്ചേരി ചാപ്പ യൂണിറ്റ് സെക്രട്ടറി PP ജാബിർ സ്വാഗതം പറഞ്ഞു. കാനച്ചേരി ചാപ്പ യൂണിറ്റ് പ്രസിഡന്റ് KP പ്രശാന്തൻ മുഖ്യ പ്രഭാഷണം നടത്തി. K സന്ദീപ് വൈദ്യർ, P ഗൗതമൻ, രാമകൃഷ്ണൻ, P പ്രകാശൻ, K ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് 15ാം പഞ്ചവത്സര പദ്ധതി 2025-26 വാർഷിക പദ്ധതി രൂപീകരണം സംബന്ധിച്ച വികസന സെമിനാർ ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടന്നു. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. അത് സാധ്യമാക്കുന്ന സ്രോതസ്സുകളൊന്നാണ് നമ്മുടെ പഞ്ചായത്ത്. അങ്ങനെ നമ്മുടെ ജില്ലയിലെ സമൂർത്തമായ പുരോഗതിക്ക് ആധാരമായ വികസന പ്രവർത്തനങ്ങൾക്ക് അസ്ഥിവാരമിട്ട് അത്തരം കാര്യങ്ങളുമായി മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു ജില്ലാ പഞ്ചായത്താണ് നമ്മുടെ ജില്ലാ പഞ്ചായത്ത് എന്ന് തെളിയിക്കുന്നത്. തീർച്ചയായും നമ്മുടെ ഈ ജില്ലാ പ്രസിഡന്റ് ഈ വികസന സെമിനാർ സംഘടിപ്പിച്ച് കണ്ണൂർ ജില്ലയിലെ നമ്മുടെ തദ്ദേശ സ്ഥാപനങ്ങളിലൂടെ യാഥാർത്ഥ്യവൽക്കരിക്കേണ്ട വികസന പ്രവർത്തനങ്ങൾക്ക് രൂപഭവനം നൽകി നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന ഒരു കൂട്ടായ്മ തീർച്ചയായും ശ്രദ്ധേയമാണ്. അത് എല്ലാ നിലകളിലും വിജയിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാം.
ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ രത്നകുമാരി അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് ബിനോയ് കുര്യൻ, മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ പി കെ ശ്രീമതി ടീച്ചർ, ഇ വി രാധ, കാരായി രാജൻ, കെ വി സുമേഷ് MLA തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. കണ്ണൂർ CH സെന്ററിൽ പുതുതായി ആരംഭിച്ച ഇ അഹമ്മദ് മെമ്മോറിയൽ IP പാലിയേറ്റീവ് ബ്ലോക്ക് പ്രവർത്തനം ആരംഭിച്ചു. രോഗികളെ പ്രവേശിപ്പിക്കുന്നതിന്റെ ഉദ്ഘാടനം PTH സംസ്ഥാന കമ്മിറ്റി അംഗം P ഷമീമ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. ഇപ്പോൾ ഈ അഗതി മന്ദിരങ്ങളൊക്കെ നാട്ടിൽ വളരെ കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ ഈ ആളുകൾ കുടുംബമുള്ളവർ തന്നെ ഒരു തള്ളിയിട്ട് പോകുന്നൊരവസ്ഥയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം എന്തെങ്കിലും അസുഖം വരുമ്പോൾ അവരെ കൊണ്ട് ഇനി ഉപയോഗമില്ല എന്ന് തോന്നുമ്പോൾ പുറന്തള്ളുക എന്നുള്ള രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ നമ്മൾ അധികം പ്രോത്സാഹനം കൊടുക്കാതെ പറ്റുമെങ്കിൽ വീടുകളിൽ നിന്ന് അവരെ സംരക്ഷിക്കാനുള്ളൊരു നിലപാടിലേക്ക് നമ്മൾ പോകാവുന്നതാണ്. നമ്മളവരിങ്ങനെ കൊണ്ടുകൊണ്ട് കിടത്തി ബുദ്ധിമുട്ടിക്കുന്നതിന് പകരം വളണ്ടിയർമാരുണ്ടാവുക, ആ വീട്ടിൽ പോയിട്ട് അവർക്ക് വേണ്ടുന്ന ആവശ്യമുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക. ഈ രീതിയിലേക്ക് നമ്മളൊന്ന് മാറേണ്ടത് ആവശ്യമാണ്. എനിക്ക് തോന്നുന്നു നിങ്ങൾ ബിൽഡിംഗ് എടുക്കുമ്പോൾ ഒരു കാര്യം പറയാനുള്ളത്, ഞാൻ ഇതിനിടെ ഇവിടെ വന്നപ്പോൾ പറഞ്ഞിരുന്നു, നമ്മുടെ കേരളത്തിലെ ഒരു 10-65 ഈ വിഭിന്നശേഷികളായ ആളുകൾ ഉപ്പുമ മരിച്ചതിന് ശേഷം രക്ഷിതാക്കളില്ലാത്ത അവസ്ഥയിൽ കിടപ്പിലായി കിടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഒരു ഇതിലാണ് വൈകല്യങ്ങളുള്ളവരാണ്. അപ്പോൾ അവരെ സംരക്ഷിക്കാൻ ആരുമില്ലാത്തൊരവസ്ഥ വരുമ്പോൾ അവർക്കൊരു ഷെൽട്ടർ കേരളത്തിൽ കാര്യമായിട്ട് ഇപ്പോൾ തണലൊക്കെ തുടങ്ങാനുള്ള പരിപാടിയിലേക്ക് ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും അത് വളരെ അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. ചടങ്ങിൽ കണ്ണൂർ CH സെന്റർ ചെയർമാൻ മൊയ്തു മഠത്തിൽ അധ്യക്ഷത വഹിച്ചു. PTH ചീഫ് ഫംഗ്ഷണൽ ഓഫീസർ ഡോക്ടർ അമീർ അലി, PTH ജില്ലാ കോർഡിനേറ്റർ അൻസാരി തില്ലങ്കേരി, MP മുഹമ്മദ് അലി, PC അഹമ്മദ് കുട്ടി, T ഹംസ, അഷ്റഫ് ബംഗാളി മുഹല്ല, റസാഖ് അൽ വാസൽ, PC അമീനുള്ള, ഡോക്ടർ ഹുസൈൻ തങ്ങൾ, N അബ്ദുള്ള എന്നിവർ സംസാരിച്ചു. ജനറൽ കൺവീനർ C സമീർ സ്വാഗതവും IP ബ്ലോക്ക് കൺവീനർ PK റിയാസ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ജനതാദൾ S ഉത്തരമേഖലാ നേതൃയോഗം ഫെബ്രുവരി 18 കണ്ണൂർ ജില്ലാ പോലീസ് സഹകരണ സംഘം ഓഡിറ്റോറിയത്തിൽ നടക്കും. യോഗം സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാത്യു ടി തോമസ് MLA ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ അറിയിച്ചു. വൈദ്യുത വകുപ്പ് മന്ത്രി K കൃഷ്ണൻകുട്ടി മുഖ്യപ്രഭാഷണം നടത്തും. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട് ജില്ലകളിൽ നിന്നുള്ള ജില്ലാ ഭാരവാഹികൾ, മേൽക്കമ്മിറ്റി ഭാരവാഹികൾ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ, സംസ്ഥാന കൗൺസിൽ മെമ്പർമാർ, നിയോജക മണ്ഡലം പ്രസിഡന്റുമാർ നേതൃയോഗത്തിൽ പങ്കെടുക്കും. സംസ്ഥാന ജനറൽ സെക്രട്ടറി PP ദിവാകരൻ അധ്യക്ഷത വഹിക്കും. കേന്ദ്ര റെയിൽവേ ബജറ്റിൽ കേരളത്തോട് സ്വീകരിച്ച കേന്ദ്ര സർക്കാരിനെതിരെ ശക്തമായ സമരം സംഘടിപ്പിക്കുന്നതുൾപ്പെടെ യോഗം ചർച്ച ചെയ്യും. സുശക്തമായ കേന്ദ്രവും സംതൃപ്തമായ സംസ്ഥാനങ്ങളും എന്ന മുദ്രാവാക്യത്തിൽ അടിയുറച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന കേരളത്തിലെ സംസ്ഥാന ഗവൺമെൻറ്റിന് കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് നേരിടുന്ന അവഗണനയും അതുപോലെ നമുക്ക് അർഹതപ്പെട്ട കാര്യങ്ങളൊന്നും തന്നെ തരാതിരിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ് തെറ്റായ നയങ്ങളോടുമുള്ള പ്രതിഷേധത്തിന് ശക്തമായ സമരം സംഘടിപ്പിക്കുന്ന ഉൾപ്പെടെ ഈ യോഗം ചർച്ച ചെയ്യും. വയനാട്ടിലെ ദുരന്തത്തിൽ കേന്ദ്ര ഗവൺമെൻറ് കേരളത്തിനോട് തികച്ചും പ്രതിഷേധാർഹമായ സമീപനമാണ് സ്വീകരിച്ചത് നമുക്കെല്ലാവർക്കും അറിയാം. മറ്റെല്ലാ സംസ്ഥാനങ്ങൾക്കും വാരിക്കോരി കൊടുത്തപ്പോൾ പ്രധാനമന്ത്രി തന്നെ നേരിട്ട് വന്ന് ഇവിടെ സ്ഥലം സന്ദർശിക്കുകയും ആവശ്യമായ നടപടികൾ സ്വീകരിക്കാമെന്ന് പിന്നീട് പ്രഖ്യാപിക്കുകയും ചെയ്തെങ്കിലും യാതൊരു ആശ്വാസ നടപടികളും സ്വീകരിക്കാൻ കേന്ദ്ര ഗവൺമെൻറ് തയ്യാറായിട്ടില്ല. വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി PV ദിവാകരൻ, ജില്ലാ പ്രസിഡന്റ് K മനോജ്, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ K സാജൻ, രാകേഷ് പന്തമ്പേത്ത്, ജില്ലാ ജനറൽ സെക്രട്ടറി ബാബുരാജ് ഉളിക്കൽ എന്നിവർ പങ്കെടുത്തു. കണ്ണൂരിലെ ആരോഗ്യ സേവന മേഖലയിൽ മാറ്റത്തിന് തുടക്കം കുറിച്ച ഖിദ്മ ചാരിറ്റബിൾ ട്രസ്റ്റ് 20ാം വയസ്സിലേക്ക്. ഒരു വർഷം നീളുന്ന വിവിധ പരിപാടികളുടെ പ്രഖ്യാപന സമ്മേളനം കണ്ണൂർ മേയർ മുസ്ലിഹ് മഠത്തിൽ ഉദ്ഘാടനം ചെയ്തു. എൻ്റെ തുടക്ക കാലഘട്ടത്തിൽ ജില്ലാ ആശുപത്രിയിൽ എനിക്ക് ഓർമ്മയുള്ളത്, ജില്ലാ ആശുപത്രിയിൽ റമദാൻ സമയത്ത് നോമ്പ് തുറക്കാൻ രോഗികളായ അവരുടെ കൂട്ടുകാർക്ക് നോമ്പ് തുറക്കാനുള്ള സഹായങ്ങൾ വിതരണം ചെയ്യാറുണ്ട്. അപ്പോൾ അവിടെയൊക്കെ യാദൃച്ഛികമായി പൊതുപ്രവർത്തന രീതിയിൽ അവിടെ എത്തിച്ചേരാറുണ്ട്. തൻസീറുണ്ട്. നമ്മളത് തൻസീറിന്റെ പേര് തന്നെ ഖിദ്മ തൻസീർ എന്ന് ആയിപ്പോയിട്ടുണ്ട് എന്നുള്ളതാണ്. അത്രമാത്രം സേവന രംഗത്ത് ഓരോരുത്തരും
ഈ രീതിയിൽ അവരുടെ സേവനം പ്രവർത്തനങ്ങൾ മാറ്റിവെക്കുമ്പോൾ ആ രീതിയിൽ അവർ അറിയപ്പെടുക എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ ഒരു അവാർഡ് എന്ന് പറയാൻ സാധിക്കും. ചെയർമാൻ ഡോക്ടർ പി സലീം അധ്യക്ഷത വഹിച്ചു. സേവന മേഖലയിൽ മറ്റേത് സംഘടനകൾക്കും മാതൃകയാണ് ഗിത്മയെന്ന് മേയർ അഭിപ്രായപ്പെട്ടു. 17 യൂണിറ്റുകളിലായി 100ഓളം വൃക്കരോഗികൾക്ക് സൗജന്യ ഡയാലിസിസ് സേവനം നൽകി വരുന്ന ഗിത്മ മാസാന്ത ഡയബറ്റിക് ക്ലിനിക് വഴി രോഗികൾക്ക് മരുന്നുകളും ഇൻസുലിനും സൗജന്യമായി നൽകി വരുന്നു. ജില്ലാ ആശുപത്രിയിലെ രോഗികൾക്കാവശ്യമായ അടിയന്തര സേവനം, ആംബുലൻസ് സർവീസ്, ക്ലിനിക്കൽ ലാബ്, ഫാർമസി, ഫിസിയോതെറാപ്പി സെന്റർ, വിദ്യാഭ്യാസ രംഗത്തെ ഇൻസ്പയർ പ്രോഗ്രാം തുടങ്ങിയവയാണ് ഗിത്മയുടെ സേവന മേഖലകൾ. 20ാം വാർഷികത്തിന്റെ ഭാഗമായി ന്യൂറോ റിഹാബിലിറ്റേഷൻ സെന്റർ, OP ക്ലിനിക്ക്, ഇൻസ്പയർ എഡ്യൂക്കേഷൻ സെന്റർ തുടങ്ങിയവ ഉടൻ പ്രവർത്തനം ആരംഭിക്കും. ചടങ്ങിൽ ചെയർമാൻ ഡോക്ടർ പി സലീം അധ്യക്ഷത വഹിച്ചു. കോർപ്പറേഷൻ കൗൺസിലർ KM സാബിറ, BK ഫസൽ, ഡോക്ടർ M അബ്ദുൾ മജീദ്, BP ആഷിഖ്, സയീദ, CP രഹന, നൌഷാദ് പൂതപ്പാറ, ഗഫൂർ പുന്നാട്, മുനീർ വാഴയിൽ, അബു അൽമാസ്, ഡോക്ടർ KP താജുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ഏച്ചൂർ വെസ്റ്റ് UP സ്കൂൾ 119ാം വാർഷിക ആഘോഷം വിവിധ പരിപാടികളോടെ സ്കൂളിൽ നടന്നു. മുണ്ടേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് A അനിഷ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ കുട്ടികളെ അടക്കം നമുക്കറിയാം, കുട്ടികളിൽ നിന്ന് തുടർന്നുള്ള പ്രവർത്തനങ്ങളായിരിക്കണം നമ്മളെ വലിച്ചെറിയുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ബോധവൽക്കരണം നടത്തേണ്ടത് മുതിർന്നവർക്ക് തന്നെയാണ്. നമ്മുടെ കുട്ടികൾ നമ്മളെ കണ്ടാണ് വളരുന്നത്. ആ ഒരു രീതിയിലേക്ക് കൊണ്ടുപോകാതെ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ അധ്യാപകർ എന്നുള്ള രീതിയിലും രക്ഷിതാക്കൾ എന്നുള്ള രീതിയിലും നമ്മളൊക്കെ നല്ല രീതിയിൽ നൽകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എല്ലാ വിദ്യാലയങ്ങളും, നമ്മുടെ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ വിദ്യാലയങ്ങളും നമ്മുടെ ഏറ്റവും നല്ല ഹരിത വിദ്യാലയമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇതിനകം. ഏച്ചൂർ വെസ്റ്റ് UP സ്കൂൾ വാർഷികാഘോഷം വിവിധ വ്യക്തികളെ ഏർപ്പെടുത്തിയ എൻഡോവ്മെന്റ് വിതരണം, സ്കോളർഷിപ്പ് വിതരണം, കലാകായിക മത്സര വിജയിക്കുള്ള സമ്മാനദാനം, കുട്ടികളുടെ വൈവിധ്യമാർന്ന കലാപരിപാടികളുടെ സ്കൂൾ അങ്കണത്തിൽ നടന്നു. ഹെഡ് ടീച്ചർ ജലജ TO സ്വാഗതം പറഞ്ഞു. വാർഡ് മെമ്പർ T രവീന്ദ്രൻ അധ്യക്ഷനായി. SRG കൺവീനർ മിനിമോൾ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഏച്ചൂർ വെസ്റ്റ് UP സ്കൂൾ റിട്ടയർഡ് HM A വിജയൻ മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി. എൻഡോവ്മെന്റ് വിതരണം കണ്ണൂർ നോർത്ത് AEO OC പ്രസന്നകുമാരി നിർവഹിച്ചു. ഏച്ചൂർ വെസ്റ്റ് UP സ്കൂൾ റിട്ടയർഡ് HM P ശ്രീധരൻ മാസ്റ്റർ നന്ദി പ്രകാശനവും നടത്തി. പരിപാടിയിൽ പൂർവ്വ വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും നാട്ടുകാരുടെയും പങ്കാളിത്തവും ശ്രദ്ധേയമായി. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. കേരള പോലീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ 38ാം സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി വിളംബര ഘോഷയാത്ര സംഘടിപ്പിച്ചു. 15, 16 തീയതികളിലാണ് സമ്മേളനം നടക്കുക. 16-ന് പൊതുസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. K രാജൻ, KV മുഹമ്മദ് അഷ്റഫ്, KV കൃഷ്ണൻ, OV ജനാർദ്ദനൻ, M ഗോവിന്ദൻ, K മഹേഷ് കുമാർ, P രവി, AK പ്രഭാകരൻ, KM നാരായണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. 15, 16 തീയതികളിലാണ് സമ്മേളനം. 16-ന് പൊതുസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. കണ്ണൂർ സൗത്ത് സബ് ജില്ലാ വിദ്യാരംഗം കലാസാഹിത്യവേദി കടമ്പൂർ മുഴപ്പിലങ്ങാട് എടക്കാട് സോണൽ പരിധിയിലെ LP വിഭാഗം വിദ്യാർത്ഥികൾക്കായി സർഗോത്സവം നടത്തി. കിഴുന്ന സൗത്ത് UP സ്കൂളിൽ വെച്ച് നടന്ന ക്യാമ്പ് കോർപ്പറേഷൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് ബാബു എളയാവൂർ ഉദ്ഘാടനം ചെയ്തു. കവിത എഴുതിക്കൂടൂ, കഥ എഴുതിക്കൂടെ, നാടകം എഴുതിക്കൂടെ, പാട്ട് എഴുതിക്കൂടെ, ഗാനം എഴുതിക്കൂടെ, അച്ഛൻ അമ്മാതെ എഴുതിക്കൂടെ, എന്തെല്ലാം എഴുതാം.
കഥാരചന, കവിതാരചന, ചിത്രരചന, അഭിനയം എന്നീ വിഭാഗങ്ങളിലായിരുന്നു പരിശീലനം. കോർപ്പറേഷൻ കൗൺസിലർ PV കൃഷ്ണകുമാർ അധ്യക്ഷനായി. AEO N സുജിത്ത് പദ്ധതി വിശദീകരണം നടത്തി. ഹെഡ്മാസ്റ്റർ ഫോറം സെക്രട്ടറി KK റീജേഷ്, ജനു ആയിച്ചൻകണ്ടി, രവീന്ദ്രൻ കീഴുന്ന എന്നിവർ സംസാരിച്ചു. പ്രധാന അധ്യാപിക R ബിന്ദു സ്വാഗതവും വിദ്യാരംഗം സബ് ജില്ലാ കൺവീനർ C ഷിജിൻ രാജ് നന്ദിയും പറഞ്ഞു. മധു പാളയം, P സുരേന്ദ്രൻ, PK ആദിത്യ, TP രേഷ്മ തുടങ്ങിയവർ പരിശീലനം നൽകി. സമാപന യോഗത്തിൽ BPC CR വിനോദ് കുമാർ ഉപഹാര സമർപ്പണം നടത്തി. M ഷിഹാബുദ്ദീൻ അധ്യക്ഷനായി. K വനജ, N ബൃന്ദ, PV രാജേന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. പ്രമുഖ അറബിക് കവിയും സാഹിത്യകാരനും കടവത്തൂർ NIA കോളേജ് പ്രിൻസിപ്പലുമായ മർഹൂം NK അഹമ്മദ് മൗലവിയുടെ പേരിൽ ഇന്റർ കോളേജിയേറ്റ് അറബിക് കവിതാലാപന മത്സരം നടത്തി. മോയിൻകുട്ടി വൈദ്യർ സ്മാരക മാപ്പിള കലാ അക്കാദമി മെമ്പറും ഗാനരചയിതാവുമായ മൊയ്തു വാണിമേൽ ഉദ്ഘാടനം ചെയ്തു. 5 വർഷത്തോളം എന്നെ പഠിപ്പിച്ച, അതിനേക്കാൾ കൂടുതൽ പഠിപ്പിച്ച, ഈ രംഗത്ത് എന്തെങ്കിലും ഒരു കഴിവ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അത് NK അഹമ്മദ് മൗലവിയുടെ കഴിവിൽ നിന്ന് എന്തെങ്കിലും നേടിയതാണ് എന്ന ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. അല്പമൊക്കെ കവിതാരംഗത്തൊക്കെ പാടുകയും രചിക്കുകയും ചെയ്യുക എന്നുള്ളത് എൻ്റെയും സ്വഭാവമാണ്. ഞങ്ങൾ പലപ്പോഴും SRG ക്യാമ്പിലും അതുപോലെ DRG ക്യാമ്പിലും അറബിക് ടെക്സ്റ്റ് ബുക്ക് നിർമ്മാണ കമ്മിറ്റിയിലൊക്കെ പങ്കെടുക്കുമ്പോൾ മൊയ്തു മാസ്റ്റർ ഞാനും പലപ്പോഴും കവിതാരംഗത്ത് കൂടെയാണ് ചർച്ച നടക്കാറുള്ളത്. സയ്യിദ് ഫാറൂഖിയെ പോലെയുള്ള ആളുകൾ, പറപ്പൂരിനെ പോലെയുള്ള ആളുകൾ പറയും, കവിതകൾ വന്നാൽ അത് ആത്യന്തികമായി പറയാനുള്ള അവകാശം മൊയ്തു മാസ്റ്റർക്കാണെന്ന് പറയും. പലപ്പോഴും ബഹറുകളൊക്കെ കണ്ടെത്താറുള്ളത് ഞങ്ങളാണ്. അഭിമാനത്തോടു കൂടി പറയുന്നു, NK അന്ന് പരിശീലിപ്പിച്ച ഒരു പരിശീലനായിരുന്നു. പ്രിൻസിപ്പൽ പ്രൊഫസർ KP മുഹമ്മദ് സലീം അധ്യക്ഷനായി. NIS ജനറൽ സെക്രട്ടറി T മുഹമ്മദ് അഷ്റഫ് മാസ്റ്റർ, സെക്രട്ടറി CH ഇസ്മായിൽ ഫാറൂഖി, K അബൂബക്കർ ഫാറൂഖി, NK സാലിം മദനി, അബ്ദുസമദ് എടപ്പാറ, ബഷീർ എടക്കോത്ത്, ഷറഫുദ്ദീൻ ഫാറൂഖി, മുഹമ്മദ് അൻസാരി, പ്രൊഫസർ അൻവർ PK, മഹ്റൂഫ് കാട്ടിൽ, തൊടുവയൽ മുഹമ്മദ് ആശംസകൾ അർപ്പിച്ചു. പ്രോഗ്രാം കൺവീനർ NP അബ്ദുഷക്കൂർ സ്വലാഹി സ്വാഗതവും ഡോക്ടർ അഫ്സൽ അഹമ്മദ് നന്ദിയും പറഞ്ഞു. يطير بأعلى السماء بصوت حزين يضيف البكاء رسائي يطير بأعلى السماء بصوت حزين يضيف البكاء. കേരളത്തിലെ വിവിധ കലാലയങ്ങളിൽ നിന്നും 30ഓളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു. മത്സരത്തിൽ 1, 2, 3 സ്ഥാനം യഥാക്രമം ജുമൈല മുഹമ്മദ് NIA കോളേജ് കടവത്തൂർ, അർഷിദ CP കേരള യൂണിവേഴ്സിറ്റി തിരുവനന്തപുരം, സൊബാഹ ബഷീർ അൽ ഫുർഖാൻ അറബിക് കോളേജ് നാദാപുരം എന്നിവർക്ക് ലഭിച്ചു. ജില്ലയിലെ മികച്ച ജൈവ കർഷകർക്ക് സരോജിനി ദാമോദരൻ ഫൗണ്ടേഷൻ നൽകുന്ന കണ്ണൂർ ജില്ലാതല പുരസ്കാരം അഴീക്കൽ ചാൽ സ്വദേശിനി സീന രാജീവന് 50,000 രൂപയാണ് സമ്മാനത്തുക ലഭിക്കുക. പുരസ്കാരങ്ങൾ മാർച്ച് 9 മുഹമ്മ ആര്യക്കരിയിൽ നടക്കുന്ന സമ്മേളനത്തിൽ നടൻ അനൂപ് ചന്ദ്രൻ സമ്മാനിക്കും. ഈ വർഷത്തെ കണ്ണൂർ ജില്ലയിലെ അക്ഷയശ്രീ അവാർഡ്, മികച്ച ജൈവകൃഷിക്കുള്ള അക്ഷയശ്രീ അവാർഡ് എനിക്ക് ലഭിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ഇപ്രാവശ്യം നല്ല വിളവുണ്ട്. ജൈവകൃഷി എന്ന് പറഞ്ഞാൽ എല്ലാവരും പറയും വിളവ് കിട്ടില്ല. എനിക്ക് ഒരു നഷ്ടവുമില്ല, നല്ല ലാഭം തന്നെയാണ്. സ്വന്തം മാർക്കറ്റ് പുതപ്പാറയിൽ വെച്ച് തീർക്കുന്നത്. ഇഷ്ടംപോലെ കസ്റ്റമറുണ്ട്. പച്ചമുളകുണ്ട്, തക്കാളിയുണ്ട്, വഴുതിനിയുണ്ട്, വണ്ടിയുണ്ട്, കക്കിരിയുണ്ട്, വെള്ളരിയുണ്ട്, മുല്ലങ്കിയുണ്ട്, തണ്ണിമത്തനുണ്ട്. എല്ലാം കൃഷി ഇങ്ങനെ ഓരോന്ന് വിളവെടുത്തുകൊണ്ടേ വരുന്നു. വെണ്ട ഇഷ്ടം പോലെ ഉണ്ട്. ആനക്കൊമ്പൻ ഒരു 30 കിലോ പോലെ ഒന്നിക്കൊന്നരാടെ തീർക്കുന്നുണ്ട്. മുല്ലങ്കിയുണ്ട്, പടവലം ഉണ്ട്. ഇതാ പടവല പന്തല്ല ഞാനുള്ളത്. ഇതാ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാം. വിഷുവിൻ്റെ പച്ചക്കറിയായിട്ടാണ് ഇത് വളർത്തുന്നത്. ഇപ്പം തന്നെ കായ് പൊട്ടിയിരിക്കുന്നു. എല്ലാവരും ചോദിക്കലുണ്ട് നിങ്ങളേതാ വളമിടൽ. ഞാൻ 2-3 വർഷമായിട്ട് SDCൻ്റെ വളങ്ങളും
രോഹിണി അഗ്രോ സയൻസിൻ്റെ വളങ്ങളാണ് ഉപയോഗിക്കുന്നത്. 27 പേർക്ക് 10,000 രൂപ വീതമുള്ള പ്രോത്സാഹന സമ്മാനങ്ങളും വിവിധ മേഖലകളിലെ തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് പ്രത്യേക പുരസ്കാരങ്ങളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. മറ്റ് ജില്ലകളിലെ പുരസ്കാര ജേതാക്കളായി ജോയ് ജോസഫ് കാസർഗോഡ്, PJ ജോസഫ് കോഴിക്കോട്, PK അരവിന്ദാക്ഷൻ വയനാട്, ഖദീജ മലപ്പുറം, രഞ്ജു N സുബ്രഹ്മണ്യം പാലക്കാട്, TP വിനയൻ തൃശൂർ, PK ഷാജി എറണാകുളം, PC ആന്റണി ഇടുക്കി, ആശാ തങ്കപ്പൻ കോട്ടയം, ജോജി തോമസ് പത്തനംതിട്ട, അനിൽകുമാർ കൊല്ലം, ഷൈല സിയാദ് തിരുവനന്തപുരം, കലേഷ് കമൽ ആലപ്പുഴ എന്നിവരും അർഹരായി. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ഇനി സ്വർണം വെള്ളി നിരക്ക്. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അല്ലറയ്ക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. സ്വർണം ഗ്രാമിന് 7,990 രൂപ, പവന് 63,920 രൂപ, വെള്ളി 107 രൂപ. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാനത്ത് ഡിജിറ്റൽ എൻഡോഴ്സ്മെന്റ് നടപ്പിലാക്കുമെന്ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി. പ്രഖ്യാപനം ജില്ലാതല അവലോകന യോഗത്തിൽ. രജിസ്ട്രാർ ഓഫീസുകളെ ക്യാഷ്ലെസ് ഓഫീസുകളും ആക്കും. സൗഹൃദ സമിതികൾ രൂപീകരിക്കുമെന്നും മന്ത്രി. തൊഴിൽ നികുതി വർധനവ് പ്രതിഷേധവുമായി വ്യാപാരികൾ. ഏകോപന സമിതിയുടെ സംസ്ഥാന വ്യാപക സമരം. കോർപ്പറേഷന് മുന്നിലും ധർണ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് സമരക്കാർ. ജനതാദൾ എസ് ഉത്തരമേഖലാ നേതൃയോഗം ഫെബ്രുവരി 18-ന്. കേരളത്തോടുള്ള അവഗണന കേന്ദ്ര ബജറ്റും ചർച്ചാ വിഷയമാകും. മുതിർന്ന നേതാക്കളും ഭാരവാഹികളും യോഗത്തിനെത്തും. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.